ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും കരുണയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കൂട്ടായ്മയിലും ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രവർത്തനങ്ങളുണ്ട്. ഓരോ കൂട്ടായ്മകളും രൂപപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായിട്ടാണ്. കൂട്ടായ്മയിൽ ഓരോ വ്യക്തിക്കും ആ കൂട്ടായ്മയിൽ തുല്യ പങ്കാളിത്തവും തുല്യ അവകാശവും തുല്യ ഉത്തരവാദിത്വവുമുണ്ട്. ആ കൂട്ടായ്മ വളർത്തിയെടുക്കുവാൻ എൻ്റെ ഭവനം കഴിഞ്ഞാൽ അടുത്ത ഭവനമാണ് എൻ്റെ ഇടവക. ഇടവകയിലുള്ള എല്ലാ കൂട്ടായ്മകളും അടുത്ത എൻ്റെ കുടുംബമാണ് എൻ്റെ രൂപത. അടുത്ത കുടുംബമാണ് സാർവത്രിക സഭ. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് കൂട്ടായ്മയെ പടുത്തുയർത്തുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. ഇടവക കൂട്ടായ്മകൾ അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മകളൊക്കെ എന്തിന് എന്നൊരു ചോദ്യത്തിൽ, ഒന്ന്, ഇടവകയിലുള്ള ജനത്തെ തൊട്ടറിയുവാൻ, പുരോഹിതർക്ക് ഓരോ വ്യക്തിയെയും അടുത്തറിയുവാൻ, അവരെ മനസ്സിലാക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ. മറ്റൊന്ന്, നമ്മൾ ഇടവകയിൽ ചെല്ലുമ്പോൾ ധാരാളം ഇടവക്കാരുള്ളതുകൊണ്ട് വ്യക്തിപരമായി അച്ഛൻ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുകയില്ല, വ്യക്തികൾ തമ്മിൽ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഓരോ കൂട്ടായ്മകളും ചെറിയ കൂട്ടായ്മകളാകുമ്പോൾ ആ കൂട്ടായ്മയിൽ അടുത്തറിയുവാനും കുറവുകളെ പരിഹരിക്കുവാനും ആ കൂട്ടായ്മയിൽ ഉള്ളവർ തന്നെ മുൻകൈയെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഒരു കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിൽ വൈകല്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ആ വ്യക്തിക്ക് നല്ല രീതിയിൽ ഒന്നില്ലെങ്കിൽ നല്ലൊരു കൗൺസിലിങ്, അല്ലെങ്കിൽ നല്ല ചികിത്സ, അല്ലെങ്കിൽ അവരെ നല്ല കൂട്ടായ്മയിലേക്ക് നയിക്കുക. ഇങ്ങനെയൊക്കെ ഒരു കൂട്ടായ്മയിലുള്ളവർക്കാണ് പെട്ടെന്ന് കണ്ടെത്തുവാനും അവരെ മുന്നോട്ട് നയിക്കുവാനും സാധിക്കുക. അപ്പനും അമ്മയും ഒക്കെ എന്ത് ചെയ്യണം എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ, അവർക്ക് ആരോടും പറയാൻ പറ്റാതിരിക്കുമ്പോൾ, ഒരു തൊട്ടറിയുന്ന നല്ല സുഹൃത്തുക്കളെ പോലെ കുടുംബാംഗങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്കതൊരു കൈത്താങ്ങാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. സ്നേഹമുള്ളവരെ, നിന്റെ കരുണയും കാരുണ്യവും, ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും കരുതലുമെല്ലാം നമ്മൾ കൂട്ടായ്മയിലൂടെ തിരിച്ചറിയുകയാണ്. മറ്റൊന്ന്, നമ്മൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. നമ്മുടെ കൂട്ടായ്മ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ 4 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഇത് സാർവത്രിക സഭയുമായുള്ള ബന്ധമുള്ള ഒരു കൂട്ടായ്മയാകണം. സഭയുടെ പ്രാർത്ഥനകൾ അത് ഉൾച്ചേരണം. സഭ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാൻ തയ്യാറാകണം. മറ്റൊന്ന്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ കുടുംബത്തിലും ആയിരിക്കണം കൂട്ടായ്മകൾ കൂടേണ്ടത്. ഭവനങ്ങളിൽ തോറും ഒരു അപ്പം മുറിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭവനത്തിലും നമ്മൾ ഒന്നിച്ചു കൂട്ടണം. ഒരാളുടെ വീട്ടിൽ തന്നെ കൂടുകയല്ല, അല്ലെങ്കിൽ ദേവാലയത്തിൽ കൂടുകയല്ല, അല്ലെങ്കിൽ ഒരു മുറിയിൽ കൂടുക, ഏതെങ്കിലും ഒരു വാടകയ്ക്കെടുത്തൊരു മുറിയിൽ കൂടുകയല്ല, ഭവനത്തിൽ കൂടും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ വചനം വായിക്കണം, വചനം പങ്കുവെക്കണം. 4മതൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒന്നിച്ച് ഒരു സൽപ്രവൃത്തി ചെയ്യുവാൻ തയ്യാറാകണം. സ്നേഹമുള്ളവരെ, കൂട്ടായ്മയുടെ അന്തസ്സത്തെക്കുറിച്ചാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിലൂടെ നാം വളരെയധികം വളരേണ്ടിയിരിക്കുന്നു. അതിനായി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. ഒരേ ആത്മാവിൽ എല്ലാവരും പടുത്തുയർത്തുവാൻ ആഗ്രഹിച്ച് മുന്നേറുക. ദൈവം നമ്മളെ അവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.